കേരളത്തിൽ വയനാടും പാലക്കാടുമാണ് നിലവിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കോൺഗ്രസിൽ നിന്നും പ്രിയങ്ക ഗാന്ധിയെ ഇറക്കി ഒരു കുടുംബാധിപത്യം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയും കരുത്തുറ്റ നേതാവിനെ തന്നെ ഇറക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ഒരുപക്ഷെ എതിർ സ്ഥാനത്ത് അതേ നേതാവ് തന്നെ വേണം, അത്രയും ശക്തിയുള്ള ഒരു നേതാവ്. അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ കളത്തിലിറക്കാൻ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്നത്. ശോഭയെ സംബന്ധിച്ച് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏത് മണ്ഡലത്തിൽ നിന്നാലും ശോഭാ സുരേന്ദ്രൻ അവിടെ ശക്തമായ ഒരു തേരോട്ടം തന്നെ കാഴ്ചവയ്ക്കുമെന്നതുകൊണ്ടും ശോഭാ സുരേന്ദ്രനെ തന്നെ നറുക്കുവിടാനാണ് കൂടുതൽ സാധ്യത. അതോടൊപ്പം ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് ഒരു പ്രയോറിറ്റി കേന്ദ്ര നേതൃത്വം നൽകുന്നുണ്ട്. ആലപ്പുഴയുടെ തീപ്പൊരി നേതാവിന് ഒരർത്ഥത്തിൽ ഇനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല. പാലക്കാടോ വയനാടോ മത്സരിക്കാൻ കേന്ദ്രം സീറ്റ് നൽകിയാലും അതിൽ വിജയിച്ചാലും ഇല്ലെങ്കിലും ശോഭയെ തേടിയെത്തുന്നത് താക്കോൽ സ്ഥാനമാണ് ബി.ജെ.പിയുടെ. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ശോഭയ്ക്ക് നൽകിയില്ലെങ്കിൽ കേന്ദ്രത്തിൽ ഒരു മികച്ച സ്ഥാനം ശോഭാ സുരേന്ദ്രന് ഉറപ്പിക്കാമെന്ന് കേന്ദ്ര നേതാക്കൾ പറഞ്ഞതാണ്. എന്നാൽ ബി.ജെ.പി വയനാട്ടിൽ പ്രാധാന്യം നൽകുന്നില്ല. കാരണം അവിടെ ബി.ജെ.പിയെ സംബന്ധിച്ച് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ പാലക്കാട് സ്ഥിതി അങ്ങനെയല്ല. അവിടെ ബി.ജെ.പിക്ക് വിജയസാധ്യത കൂടുതലാണ്. 2019 3859 വോട്ടുകൾക്ക് മാത്രമാണ് മണ്ഡലം ബി.ജെ.പി കൈവിട്ടത്. ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ നോക്കുമ്പോൾ 9707 വോട്ടിന്റെ ലീഡ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ UDF-നുണ്ടെങ്കിലും ഒന്ന് ആഞ്ഞു പിടിച്ചാൽ വിജയിക്കാൻ കഴിയുമെന്നാണ് ബി.ജെ.പി പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ ബി.ജെ.പി വിജയിക്കുമെന്ന അവസ്ഥയിൽ ഇടതുപക്ഷ വോട്ടുകൾ പോലും ഷാഫി പറമ്പിലിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ അത്തരമൊരു വോട്ട് ഷിഫ്റ്റിംഗ് നടക്കുന്നില്ല എന്നാണ് ബി.ജെ.പി കരുതുന്നത്. മണ്ഡലത്തിലെ പ്രവർത്തകർ ആഗ്രഹിക്കുന്നതും ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. സി കൃഷ്ണകുമാറോ കെ സുരേന്ദ്രനോ പാലക്കാട് മത്സരിക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ താല്പര്യം. എന്നാൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ശോഭയുടെ ഗ്രാഫ് ഇവർക്ക് മീതെ ഉയർന്നു നിൽക്കുന്നതിനാൽ ശോഭയെ കേന്ദ്ര നേതൃത്വം പരിഗണിക്കാനാണ് കൂടുതൽ സാധ്യത. ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചതോടുകൂടിയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരനിലൂടെ ബി.ജെ.പി ഉയർത്ത കടുത്ത വെല്ലുവിളി അതിജീവിച്ചാണ് പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി കഷ്ടിച്ച് വിജയിച്ചത്. ഇത്തവണ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ കടുത്ത മത്സരമാണ് UDF-ന് നേരിടേണ്ടി വരിക എന്നതിൽ സംശയമില്ല. മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം ശക്തമായ പോരാട്ടമാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലും ഇത് പ്രകടനമായിരുന്നു. ശബരിമല വിഷയം കത്തി നിൽക്കുന്ന കാലമായതിനാൽ വോട്ട് വിഹിതത്തിലും വലിയ വർധനമുണ്ടായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലാണ് ശോഭയെ പാർട്ടി നിയോഗിച്ചത്. മുൻ തെരഞ്ഞെടുപ്പിൽ KS രാധാകൃഷ്ണൻ നേടിയ 1.87 ലക്ഷം വോട്ട് ശോഭ ഒറ്റയടിക്ക് 2.99 ലക്ഷത്തിനു മുകളിലാണ് എത്തിച്ചിരുന്നത്. NDAക്ക് വലിയ സ്വാധീനമില്ലെന്ന് കരുതിയ മണ്ഡലത്തിൽ ഈ മുന്നേറ്റം ശരിക്കും എതിരാളികളെ ഞെട്ടിച്ചു. വോട്ട് വിഹിതം 17.24% നിന്നും 28.3%ആയാണ് മാറിയത്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ നേമത്ത് ഇടതുപക്ഷം പൂട്ടിച്ച നിയമസഭയിലെ അക്കൗണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ തുറക്കാൻ കഴിയുമെന്നാണ് RSSന്റെ നേതൃത്വം കരുതുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി തന്നെ മാറ്റുമെന്ന ഉപദേശവും RSS നേതൃത്വം ബി.ജെ.പിക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പ്രകാരം 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് ബി.ജെ.പിയാണ്. 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്താനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. 2026 ചുരുങ്ങിയത് 15 നിയമസഭാ സീറ്റുകളിൽ വിജയിക്കുമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. ഇതുവഴി കേരളത്തിലെ പരമ്പരാഗത മുന്നണി രാഷ്ട്രീയത്തെ പൊളിക്കുകയാണ് ലക്ഷ്യം. ശോഭാ സുരേന്ദ്രൻ നിയമസഭയിലെത്തിയാൽ അത് ഇടതുപക്ഷത്തിന് മാത്രമല്ല UDF-നും കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. RSS നേതൃത്വത്തിന്റെ വിലയിരുത്തലുകളും ഇതേപോലെയാണ്. അതുകൊണ്ട് തന്നെയാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം പാലക്കാട് ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കാനായി നീക്കം നടത്തുന്നത്.